ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോണത് പേപ്പറും കത്രികയും മാത്രം യൂസ് ചെയ്തുകൊണ്ടുള്ള അടിപൊളി ബാസ്ക്കറ്റാണ് കേട്ടോ. അപ്പം ആദ്യം തന്നെ പേപ്പർ ഇതുപോലെ മടക്കിയിട്ട് നമുക്ക് അതിൻ്റെ മടക്കിയ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയായി കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടപ്പെടും. ഇത് കത്രികയില്ലെങ്കിൽ സ്കെയിൽ കൊണ്ടും ഉണ്ടാക്കാം കേട്ടോ. ഇത് നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കാം കേട്ടോ. മടക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കറക്റ്റ് അളവാവണം, എന്നാലാണ് അതിൻ്റെ ഒരു ഭംഗി വരുള്ളൂ. ഞാനിപ്പോൾ ഈ സൈഡ് കട്ട് ചെയ്യുന്നത് എനിക്ക് കറക്റ്റ് അളവ് കിട്ടാനാണ്. എനിക്ക് ആദ്യം ചെയ്തപ്പോൾ ആയില്ല, അപ്പോൾ കറക്റ്റ് അളവ് കിട്ടാനായിട്ടാണ് ഞാനിങ്ങനെ മടക്കണത് കേട്ടോ. എന്നിട്ട് ഞാൻ ഈ പീസില്ലേ നമ്മൾ സ്ക്വയറാക്കി വെട്ടിയെടുത്തത്, അതിൻ്റെ ഭാഗം ഈ രണ്ട് ഭാഗം ഇതുപോലെ വെച്ചെടുത്തിട്ട് അപ്പുറത്ത് ഇതുപോലെ വെച്ചെടുത്തു. കണ്ടെന്നിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കാം. ഇപ്പോൾ ഒരു ചെറിയ സ്ക്വയറായി. എന്നിട്ട് ഇപ്പുറത്തെ ഭാഗം ഇതുപോലെ തുറന്ന് കറക്റ്റാണോ നോക്കുക. എന്നിട്ട് നമുക്ക് ഈ ഭാഗം ഈ ട്രയാങ്കിൾ ഷേപ്പിലാക്കിയിട്ട് ഇങ്ങോട്ടൊന്ന് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ അപ്പുറത്തെ ഭാഗം കൂടി വെച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ വെച്ചെടുത്ത് കറക്റ്റായി ഇടയ്ക്കിടയ്ക്ക് നോക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു സ്ട്രിപ്പില്ലേ അതെടുത്തിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കാം. അത് ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. അതിന് നമുക്ക് ആ റെക്റ്റാങ്കിൾ ഭാഗം താഴ്ത്തുനിന്ന് മടക്കി കൊടുക്കാം. ഇതുപോലെ മടക്കി കൊടുക്കുന്നതിന് അപ്പുറത്തെ ഭാഗം കൂടി ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും ചെയ്ത് വന്നപ്പോൾ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതുപോലെ വന്നിട്ടുണ്ട്. ഇതുപോലെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ കളർ പേപ്പറാണ് യൂസ് ചെയ്ത് നോക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് പേപ്പറോ അങ്ങനെ പേപ്പർ എടുക്കാം. കാർഡ്ബോർഡും അതുകൊണ്ടൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇത് നമ്മൾ ആ പേപ്പർ ട്രയാങ്കിൾ തുറന്ന ഭാഗം എടുത്തിട്ട് തുറന്നിട്ട് ഇതുപോലെ ചെയ്യാം. എന്നിട്ട് അപ്പുറത്തും കൂടി ചെയ്യാം കേട്ടോ. ഇതുപോലെ ഒരുമിച്ച് രണ്ട് ഭാഗത്തും നല്ല കറക്റ്റ് സൈസാവണം, അത്രയാണ് ഇതിന് വേണ്ടത്, എന്നാലേ ഇതിനൊരു പെർഫെക്ഷൻ വരുള്ളൂ. അപ്പോൾ ഇതുപോലെ വെച്ചെടുക്കുന്നത് നമുക്ക് തുറന്നിട്ട് വീണ്ടും ഒരു ഷേപ്പിൽ ഇങ്ങനെ താഴത്തേക്ക് മടക്കി കൊടുക്കാം. എന്നിട്ട് ഇപ്പുറത്തെ ഭാഗം അതുപോലെ ചെയ്യാം. കണ്ടു, ഞാൻ ചെയ്യുമ്പോൾ കറക്റ്റ് അളവായി വരുന്നത്. അത് ഇതുപോലെ ചെയ്യുമ്പോൾ ഒരു ഏരോ പോലെ കിട്ടും നമുക്ക്. കണ്ടോ, ഓക്കെ, ഏരോ പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉള്ളിൽ കൂടെ തുറന്ന അടിപൊളി കൊട്ട റെഡി. ഇതാണ് നമ്മുടെ അടിപൊളി കൊട്ടാട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണേ. ഇനി നമുക്ക് ഇപ്പുറത്തെ ഭാഗം കൂടി മടക്കണം, എന്നാലാണ് കറക്റ്റ് ആവുള്ളൂ. അപ്പം കൊട്ട ഇത്രയും ഉള്ളൂ വിചാരിച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. ശരിക്കും അവിടെ ഒരു ഭാഗം ഉണ്ടായിരുന്നു. അപ്പം അത് ഇതുപോലെ വെച്ചെടുക്കാം. ഓക്കെ, നമുക്ക് മടക്കി കൊടുക്കാം. രണ്ട് ഭാഗം നല്ല അടിപൊളിയായി മടക്കാം കേട്ടോ. അപ്പം നമ്മുടെ കൊട്ട റെഡി. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊച്ചു കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പം ഇത് ഞാൻ കത്രിക മാത്രം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. കത്രിക മാത്രം യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.